അദ്ദേഹത്തിന് മറ്റ് സിനിമയുടെ തിരക്ക് കാണും, അതായിരിക്കും. അല്ല, കാരണം ഇപ്പൊ കുറച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ചിത്രം പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിനുള്ളവർ ഒരുമിച്ചെന്ന് ഇറങ്ങി തിരിച്ചാലല്ലേ അതിന് മുന്നോട്ട് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ അബുക്ക് എറണാകുളത്തുള്ള ആളാണ്, നമ്മൾ അബു സലീം വരാൻ പറ്റില്ല. കാര്യം എന്നോട് എനിക്ക് ലൈവ് വീഡിയോയിൽ കോൾ ചെയ്താണ് കാണിച്ചു തന്നത്. ഇത്രയും താടി വെച്ച് മറ്റൊരു കെട്ടിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിശാന്ത് സാഗർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബിസിയാണ്, ആൾ ബിസിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തെളിവ് സഹിതം പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ക്രൈം ഹിസ്റ്ററി ആണെന്ന് കുറച്ച് മുമ്പ് പറയായിരുന്നു. അപ്പം നമ്മൾ ഇഷ്ടംപോലെ ഇപ്പൊ OTT-യുടെ ആക്റ്റീവ് ആയിട്ട് എല്ലാ ലാംഗ്വേജസിലും നമ്മൾ സിനിമകൾ കാണുന്നതാണ്. വയലൻസ് ഉള്ളായാലും ത്രില്ലർ ആണ്, മിസ്റ്ററി ആണെങ്കിലും കാണുന്നതാണ്. അപ്പം ഒരു സിനിമയെ എന്താ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ആ സീറ്റ് അടിച്ചിട്ട് അടുത്ത് എന്തെന്നുണ്ടാക്കുന്ന ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും നമുക്ക് ആ സീറ്റ് പിന്നെ ത്രില്ലറിൽ കാണാനായിട്ടുണ്ടാകുന്ന ഒരു മൊമെന്റ്. അപ്പോൾ തെളിവ് സഹിതം എങ്ങനെയാണ് എത്രത്തോളം വ്യത്യസ്തമാണത്? എത്രത്തോളം വ്യത്യസ്തമാണെന്ന് പറഞ്ഞാൽ അത് ഓരോ സിനിമയും ഓരോ ജോർന്ന് വരുന്ന ഇതല്ലേ. മറ്റുള്ള സിനിമകളുമായിട്ട് യാതൊരു ബന്ധമില്ല. അതുമല്ല, ഇതിനകത്തുള്ള ക്രൈം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ 49 വയസ്സായി, എനിക്കിപ്പോൾ ഒരു 10-30 വർഷമായിട്ട് ഞാൻ സിനിമ കാണുന്നതാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഈ ഒരു തരത്തിലുള്ള ക്രൈം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഷഫീഖിൻ്റെ സുഹൃത്ത് ഈ ഒരു കഥ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചെയ്യുന്നത്. അയാളുടെയും എൻ്റെയും അയാളുടെ കഥയും ആദ്യമായിട്ടാണ്, എൻ്റെ ഡയറക്ഷനും ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ആ ഒരു കഥ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടും ഇങ്ങനൊരു സംഭവം മലയാള സിനിമ ഇല്ലാത്തതുകൊണ്ടും തന്നെയാണ് ഞാനിങ്ങനൊരു പരിപാടി ചെയ്യുന്നത്. വിളിച്ചായിരുന്നു, ഇൻവിറ്റേഷൻ അയച്ചായിരുന്നു. പക്ഷെ മുന്നേ എന്നോട് പറഞ്ഞിരുന്നു ഈ ഡേറ്റ് നമുക്ക് എല്ലാവരും ഒരുമിച്ച് കിട്ടിക്കൊള്ളുന്നില്ലല്ലോ, ഈ ഒരു ഡേറ്റിലേക്ക് വരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഈ സിനിമ ചർച്ച ചെയ്യുന്ന അതായത് ലഹരിയുടെ ഉപയോഗം, അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ, അതുകൊണ്ടാകുന്ന ക്രൈമുകളോ ഏകദേശം ഒരു ഇത് കിട്ടിയായിരുന്നു. ലഹരി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അത് റിലേറ്റ് ചെയ്ത് നടക്കുന്ന ക്രൈമുകളുമാണ് എന്ന് ജസ്റ്റ് ഒരു ഗ്രാഫ് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇപ്പൊ ലഹരിയുടെ ഉപയോഗം കൂടി വന്നിരിക്കും. അപ്പം ഈ മുമ്പ് ഒന്ന് ആക്സസ് ചെയ്യാൻ പാടുള്ളത് ഇന്നിപ്പം മിറ്റത്തിറങ്ങിയാൽ പോലും ഈസി ആയിട്ട് കിട്ടുന്ന പോലത്തെ ഒരു ആക്സസ് ആയി. ഇപ്പം ഇതിന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് നേരെ ടെറർ ഗ്രൂപ്പുകളിലേക്കാണ് പോകുന്നത്. കമാൻഡോട് നമ്മൾ കേട്ടായിരുന്നു, സ്പീച്ച് കേട്ടായിരുന്നു. അപ്പം ശരിക്കും ലഹരി എന്ന് പറയുന്നത് ഇപ്പൊ എല്ലായിടത്തും സിനിമയാണെങ്കിൽ ഒന്നുകൂടെ ഈസിയാണ്, അല്ലെങ്കിൽ സിനിമാക്കാരാണെങ്കിൽ ലഹരിക്ക് ഇതാണ് അവർക്കൊന്നുകൂടെ ആക്സസ് കൂടുതലാണ്, അങ്ങനെ ഒരു ധാരണയുണ്ട്. അപ്പൊ അത് എത്രത്തോളം അതായത് മുന്നോട്ട് വരാൻ, സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊന്നും അയ്യോ സിനിമയാണെങ്കിൽ ഇതാണെന്നൊരു ഇത് ഫീലിംഗ് കിട്ടുന്നുണ്ട്. സിനിമയിലേക്ക് ഡ്രഗ് അടിക്കാൻ വരാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വരുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരത് എന്നെപ്പോലുള്ള ആൾക്കാരുടെ മുമ്പ് ഒന്നും പെടരുതെന്നുള്ള. കാരണം ഞാനൊരു പട്ടാളക്കാരനാണ്, ഞാൻ മദ്യപിക്കില്ല. പലരും പറയാറുണ്ട്, ഓ അയാൾ പട്ടാളക്കാരൻ, അയാൾ മദ്യപിക്കില്ല. ഞാൻ ഇന്നവരെ മദ്യം തൊട്ടിട്ടില്ല. എൻ്റെ വീട്ടിലെല്ലാം ഉണ്ട്. കാരണം ആരും വന്നു കഴിഞ്ഞാൽ അല്ല എൻ്റെ അടുത്ത് ഇല്ല എന്നൊന്നും പറയില്ല. ഞാൻ മദ്യപിക്കില്ല, സിഗരറ്റ് വലിച്ചിരുന്നു 5 വർഷം മുന്നേ, അത് നിർത്തി. അപ്പോൾ ഒരു വിധത്തിലുള്ള ലഹരിയും ഇല്ലാതെ കാർഗിലടക്കം സർവീസ് ചെയ്തിട്ടുണ്ട്. അന്ന് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ള -65 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ ഞാനവിടെ സർവീസ് ചെയ്തിട്ടുണ്ട് ദ്രാസിൽ. അപ്പം ഈ പറയുന്നല്ല, ഈ കേൾക്കുന്ന ഓഡിയൻസിൻ്റെ അടുത്തും പറയാണ്, കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക, മദ്യപിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ചൂടാവുന്നതൊന്നുമില്ല, നിങ്ങളുടെ ബുദ്ധി പോവുകയാണ്. അപ്പോൾ ഒരു ബോധം ഉണ്ടാകുന്നില്ല, അപ്പോഴാണ് ചൂടൊന്നും ഫീൽ ചെയ്യാത്തത്. അപ്പം ഇത് അടിച്ചതുകൊണ്ട് മാത്രം എനിക്ക് 3 പോകുമ്പോഴത്തേക്ക് 4 കുപ്പി വാങ്ങിച്ചു എന്ന് ചെറുപ്പക്കാരോട് പറയാം, മക്കളെ ഇതൊന്നുമല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ ബലമാണ്. ഇതുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും നിങ്ങൾക്ക് നേരിടാൻ സാധിക്കും. അപ്പം സിനിമയിലുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ സെറ്റിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. രണ്ടാമത് ഞാൻ അഭിനയിച്ച സെറ്റുകൾ ഒരിക്കലും ഞാൻ കണ്ടിട്ടുമില്ല. കാരണം നമുക്കത് സ്മെല്ലടിക്കുമല്ലോ. അതുപോലും എൻ്റെ കാരവനകത്തൊന്നും ഒരാളും വന്നിരുന്നിട്ട് ആ ഒരു സ്മെല്ലടിക്ക് കിട്ടിയിട്ടുമില്ല. പിന്നെ ഇത് നിങ്ങൾ പേപ്പറിൽ കാണുന്നു, ഓരോരോ ഇൻഡിവിജ്വലിനെ കുറിച്ച് പറയുന്നതും അതിൽ പല ആൾക്കാരും. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഷൈനെ കുറിച്ച് ഞാൻ അറിയുന്ന ഷൈൻ നല്ലൊരു പയ്യനാണ്. പിന്നെ അടിച്ചാൽ എങ്ങനെയാവുന്നു അല്ലെങ്കിൽ നക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാവുന്നു എനിക്കറിയില്ല. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്.
അപ്പം അതുകൊണ്ട് അവരുടേതായിട്ടുള്ള നീക്കിക്കൊണ്ട് എന്നെ ഈ ഡ്രഗ്സുമായിട്ട്, ബിക്കോസ് ഐ എം നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ ടോക്കിംഗ് അബൌട്ട്, കാരണം എത്രത്തോളം നമ്മൾ സംസാരിക്കുന്നു അത്രത്തോളം ഇതിനെ പ്രൊമോട്ടും ചെയ്യാം. സോ ഇതിനെ കൃത്യമായിട്ട് പിടിക്കേണ്ടടുത്ത് പിടിച്ച്, ഇപ്പോൾ പോലീസ് കറക്റ്റാണ്, ആക്റ്റീവാണ്. എക്സൈസുകാർ കൂടെ, എക്സൈസുകാർ വെറുതെ ഇരിക്കുന്നുണ്ട്, അവരോടും കൂടിയാണ് പറയുന്നത് ഇറ്റ് ഇസ് യുവർ ഡ്യൂട്ടി ടു കാസ്റ്റ് ദിസ്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിനിമയ്ക്കൊന്നും പറ്റില്ലല്ലോ, അത് എവിടെയാണെങ്കിലും കിട്ടാതിരുന്നാൽ മതിയല്ലോ. അപ്പോൾ അത് ചെയ്യും. അപ്പോൾ യു ഷുഡ് പ്രൊമോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് ചോദ്യം.